السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ളവരെ, 2 ദിവസമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നമ്മളുടെ ഒക്കെ ആഗ്രഹമാണ്. അതെങ്ങനെ നേടിയെടുക്കണമെന്നും ആ നേടിയെടുക്കുന്നതിൽ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ഗോള് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് സൂചിപ്പിച്ചത്. 2 ദിവസമായിട്ട് ഞാൻ മാത്രമാണ് സംസാരിക്കുന്നത്. ഇന്ന് ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കാം. ആ ചോദ്യത്തിന് ഇത്ര അറിയുന്നവർക്ക് ഇവിടുന്ന് പറയാം. 10 മിനിറ്റ് സമയമുള്ളത്, അതുകൊണ്ട് കൂടുതൽ ഇൻട്രാക്ഷൻ ഒന്നും അവസരമില്ല. എന്നാലും ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾ ആ ക്ലോക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ആ ക്ലോക്ക് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വാച്ച് 24 മണിക്കൂറും കൃത്യമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ സെക്കൻഡിലും അതിൽ മാറ്റം സംഭവിക്കുന്നു. ലോകത്തൊരു ക്ലോക്കുണ്ട്. ആ ക്ലോക്ക് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെ ആളുകളും ഒരുപോലെ ഉറ്റുനോക്കുന്ന ഒരു ക്ലോക്കാണ്. പക്ഷെ അതിനൊരു പ്രത്യേകത, അതിൻ്റെ സൂചികൾ ചേഞ്ച് വരുത്തണമെങ്കിൽ, അതിൻ്റെ സമയം മാറ്റം വരുത്തണമെങ്കിൽ വർഷങ്ങളെടുക്കും. അല്ലെങ്കിൽ ഓരോ വർഷം കൂടുമ്പോൾ ഒരു വട്ടം മാത്രമാണ് ആ ചേഞ്ച് വരുത്തുക. ഏതാണ് ആ ക്ലോക്ക് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും അറിയോ? ഒരു ക്ലൂ കൂടി തരാം. അമേരിക്കയിലെ ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ അടുത്താണിത് സ്ഥാപിച്ചിട്ടുള്ളത്. എന്താണ് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ക്ലോക്കിനെ പറ്റി അതിന്റെ പേരറിയില്ലെങ്കിൽ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട സംഭവം? ഓക്കെ, ഇന്ന് ChatGPT-നോടൊന്ന് ജസ്റ്റ് ചോദിച്ചു നോക്കുക. ഡൂംസ്ഡേ ക്ലോക്ക് എന്നൊരു പേരുണ്ട്. ഇപ്പൊ അടിക്കണ്ട. ഡൂംസ്ഡേ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ അന്ത്യനാളിനെ കുറിക്കുന്ന ക്ലോക്ക് എന്നാണ് അതിന്റെ പേര്. ആ ക്ലോക്ക് 1947 സ്ഥാപിച്ചത്. അന്ന് ലോകത്തെ വ്യത്യസ്ത ശാസ്ത്രജ്ഞന്മാരും രാഷ്ട്രീയകാര്യമാരും അതുപോലെ തന്നെ പരിസ്ഥിതിയെ കുറിച്ച്, ക്ലൈമറ്റിനെ കുറിച്ച് നിരന്തരം പഠനം നടത്തുന്ന ആളുകൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഒരു ചർച്ച നടക്കുന്നത്. ആ ചർച്ച ദിവസങ്ങളോളം നീണ്ട ചർച്ചയ്ക്ക് ശേഷം അതിന്റെ സംഗ്രഹമായി, അതിന്റെ കൺക്ലൂഷനായിട്ടാണ്, അവരുടെ പ്രൊജക്ടിന്റെ കൺക്ലൂഷനായിട്ടാണ് ആ ക്ലോക്ക് സ്ഥാപിച്ചത്. അതൊരു ബുള്ളറ്റിന്റെ ബേസിലാണ് സ്ഥാപിച്ചത്. അന്ന് അവർ ലോകത്തോട് പറഞ്ഞത്, ഈ ഭൂമിയുടെ നിലവിലെ സ്ഥിതിയും നിലവിലെ ക്ലൈമറ്റും അതുപോലെ തന്നെ ഭൂമിയിലുള്ള ആണവ റിയാക്ടറുകളും ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകം അടുത്ത 7 നിമിഷത്തേക്ക് ലോകം അവസാനിച്ചേക്കാം. എന്നിട്ട് അവർ ആ സൂചി അന്ന് 7ലേക്ക് തിരിച്ചു വെച്ചു. ചരിത്രം ഇങ്ങനെ കഴിഞ്ഞു. ഓരോ വർഷവും അതിന്റെ പഠനങ്ങൾ നടന്നുകൊണ്ടിരുന്നു. ആ സൂചി 5ലേക്കും 4ലേക്കും ഒക്കെ തിരിഞ്ഞു. ഇപ്പൊ റീസെന്റ് ആയിട്ടൊരു അപ്ഡേറ്റ് ഉണ്ട്. 2026 ജനുവരിയിലാണ് അതിന്റെ അവസാന ചർച്ച നടന്നത്. ആ ചർച്ചയുടെ അവസാനം അവർ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞു, അടുത്ത ഒരു നിമിഷം, ഈ ക്ലോക്കിലേക്ക് നോക്കുന്ന നിമിഷം മുതൽ ഇത്ര സമയത്തിനകത്ത് ലോകം അവസാനിച്ചേക്കാമെന്നാണ് പറഞ്ഞത്. എത്രയാണ് ആ സമയം എന്നറിയുമോ? ഒരു ഗസ് അടിച്ചോക്ക. തുടങ്ങിയത് 1947 7 മിനിറ്റാണ്. അപ്പൊ ഇപ്പൊ എത്രയായിരിക്കും? ഒരു അപ്രോക്സിമേറ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. 7ന്റെ താഴെ വരുള്ളൂ. 5 കഴിഞ്ഞിട്ടുണ്ട്. 5ന് താഴെയാണ്. 85 സെക്കൻഡാണ്. കഴിഞ്ഞ വർഷം 89 ആയിരുന്നു. അത് 85ലേക്ക് തിരിച്ചു വെച്ചു. പക്ഷെ 85 സെക്കൻഡിനകത്ത് ലോകം അവസാനിക്കും എന്നവർ പറയുന്നതിന്റെ മാനദണ്ഡങ്ങൾ, അതിന്റെ ശരിയും തെറ്റുമൊക്കെ വേറെയാണ്. പക്ഷെ ലോകത്തിന് മുമ്പിൽ ഒരു യാഥാർത്ഥ്യമാണ് ഈ ഒരു
ലോകത്തിന് വളരെ വേഗത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ഈ ലോകം അതിസങ്കീർണമാണ് എന്നുള്ളതും അത് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവാൻ നമ്മൾ തന്നെ നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് വിലയിരുത്തി നോക്കിയാൽ മതി. ഇപ്പൊ ഇന്ന് നിങ്ങളുടെ ഒരു രജിസ്ട്രേഷനിലെ സർവേയിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ഈ റമദാനിൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന ഒരു റെസൊല്യൂഷൻ എന്തായിരിക്കുമെന്ന്. ഏകദേശം 30% ആളുകൾ, ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞത് എന്റെ മൊബൈലിനെ അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈസിനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ ഒരു കാരണം നമ്മൾ എത്തി നിൽക്കുന്ന, എത്ര തന്നെ ടെക്നോളജി വർദ്ധിച്ചു കഴിഞ്ഞാലും നമ്മളെ തന്നെ ഡിജിറ്റൽ ഡിവൈസ് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നല്ല, നമ്മുടെ ശരീരത്തിൽ ഒരു അവയവമാണ് ഇന്ന് ഈ മൊബൈല് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് എന്ന് പറയുന്നത്. എന്നു മാത്രമല്ല, ഇതാണ് നമ്മളുടെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന തലത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഭവം പറയാം. ഒരുപക്ഷെ ഫോൺ എടുത്തിട്ട് അലാറം അടിക്കാൻ വേണ്ടിയിട്ട്, അലാറം വെക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കും. പക്ഷെ വീണ്ടും ഫോണ് എടുക്കും അലാറം വെക്കാൻ വേണ്ടി. ശരിക്കും അലാറം ഓണാക്കാൻ വേണ്ടി ഫോൺ എടുത്ത ആളുകള് അലാറം വെക്കാൻ നമ്മൾ മറന്നു പോവുകയാണ്. പക്ഷെ പിന്നീട് ആ അലാറം വെക്കാൻ വേണ്ടി വീണ്ടും ഫോൺ എടുക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ വരികയാണ്. ഇത് നമ്മൾ എത്തി നിൽക്കുന്ന വലിയ ഒരു കോംപ്ലിക്കേഷന്റെ ഒരു അവസ്ഥയിലാണ്. പ്രിയമുള്ളവരെ, നമ്മൾ എത്തി നിൽക്കുന്ന ഈ ലോകം അങ്ങേയറ്റം വേഗതയിൽ മുന്നോട്ട് പോകുന്ന ഒരു കാലത്ത്, ടെക്നോളജി വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോഴും അങ്ങേയറ്റം കോംപ്ലിക്കേഷനുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ നമ്മളെ തന്നെ കൃത്യമായ നിയന്ത്രണത്തിന് വിധേയമാക്കിയിട്ടില്ലെങ്കിൽ നമ്മളുടെ ഓരോ നിമിഷവും പാഴായിക്കൊണ്ടിരിക്കും. ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ട് ഒരു 86,500 രൂപ നിങ്ങൾക്ക് തരാം, പക്ഷെ അതിലെ ഒരു രൂപ പോലും നഷ്ടപ്പെടരുത് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ അതിനെ പൂർണ്ണമായും ചെലവഴിക്കാൻ വേണ്ടി എത്ര സൂക്ഷ്മമായ നിലപാടായിരിക്കും സ്വീകരിക്കുക, എത്ര വലിയ പ്രിയോറിറ്റി ആയിരിക്കും അതിനുണ്ടാവുക. അതിൽ ഒരു രൂപ പോലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അതിസൂക്ഷ്മമായ നിലപാടെടുക്കും. യഥാർത്ഥത്തിൽ ഒരു ദിവസത്തിൽ നമ്മളുടെ കയ്യിലുള്ളത് 86,500 സെക്കൻഡാണ്. ഒരു ദിവസത്തിൽ നമ്മളുടെ മുമ്പിലുള്ള ഓരോ സെക്കൻഡിനെയും, മണിക്കൂറുകളെന്നല്ല മിനിറ്റുകളെന്നല്ല, ഓരോ സെക്കൻഡിനെയും എങ്ങനെ വിലയിരുത്തണം, എങ്ങനെ തീരുമാനിക്കണം എന്നുള്ള ഫോക്കസ്ഡ് മൈൻഡിലേക്ക് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ വിശുദ്ധ റമദാനിലൂടെ നമ്മൾ പരിശീലിക്കുന്നതും അതാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, എത്ര കൃത്യമായിട്ടാണ് നമ്മൾ അത്താഴം കൃത്യസമയത്ത് ആരംഭിക്കുന്നത്, എത്ര കൃത്യമായിട്ടാണ് നമ്മൾ നോമ്പ് തുറക്കുന്നത്. എല്ലാ ആളുകളും ഒരുപോലെ ഒരേ സമയത്താണ് അത് ചെയ്യുന്നത്. ഇതിലൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഏറ്റവും വലിയ ഒരു ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന കാര്യം തന്നെയാണ്. അത് നേരത്തെ ഉസ്താദിന്റെ ഖിറാഅത്തിൽ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം എന്ന് അദ്ദേഹം ഖിറാഅത്തിൽ ചൊല്ലി. നാളെ പരലോകത്ത് ചോദിക്കുന്ന ഏറ്റവും വലിയ നിഅമത്തുകളുണ്ട്, അതിന്റെ എല്ലാ നിഅമത്തുകളും ചോദ്യം ചെയ്യപ്പെടും. നിഅമതാനി മഖബൂലൻ ഫീഹിമാ കസീറു മിനൻ നാസ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെല്ലാ ജനങ്ങളും ഭൂരിഭാഗവും അശ്രദ്ധമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആരോഗ്യത്തിന്റെയും ഒഴിവ് സമയത്തിന്റെയും കാര്യത്തിലായിരിക്കുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ നോമ്പിലൂടെ വളർന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന അർത്ഥത്തിൽ നമുക്കുണ്ടായിത്തീരേണ്ട ഏറ്റവും വലിയ പ്രതിജ്ഞയും അത് തന്നെയാണ്. അതിലേറ്റവും വലിയ സന്തോഷവും നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ആ രീതിയിലുള്ള തീരുമാനം എടുത്തവരാണ് എന്നുള്ളതാണ്. അസ്സൗമു ജുന്നത്തുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. നോമ്പൊരു പരിചയാണ്. അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ച ആ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കപ്പെടാൻ പോകുന്ന എല്ലാ ഡിസ്ട്രാക്ഷനുകളും ഉണ്ടാകും. ഈ പറയുന്ന നമ്മൾ ഈ തീരുമാനമെടുത്ത് നാളെ അത് ചെയ്യാമെന്ന് തീരുമാനിക്കുമ്പോൾ അതിൽ 5% ആളുകൾ തഹജ്ജുദ് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന് ഈ കൂട്ടത്തിലുള്ള ആളുകൾ പറഞ്ഞു. നിങ്ങൾ ആ തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തെ തകർക്കാൻ കഴിയുന്ന ഡിസ്ട്രാക്ഷനുകൾ ഉണ്ടാവും. ഉറക്കത്തിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ മറ്റു പല രൂപത്തിൽ, അസ്വസ്ഥമായ അസുഖത്തിന്റെ രൂപത്തിലൊക്കെ ഡിസ്ട്രാക്ഷനുകൾ ഉണ്ടാവും. അതിൽ നിന്നെല്ലാം ഒരു പരിചയായി നോമ്പിനെ ഒരു കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരായുധം കണക്കെ ഒരു യുദ്ധഭൂമിയിലേക്ക് കടന്നു പോകുന്നത് പോലെ ആയിരിക്കണം സമയത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് നിങ്ങൾ പഠിക്കുന്നവരാണ്, നിങ്ങൾ വിദ്യാർത്ഥികളാണ്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഒരു അവസ്ഥ. പരീക്ഷയുടെ തലേ ദിവസം ഇരുന്ന്
ഒരുപക്ഷെ അസ്വസ്ഥപ്പെടും, നേരത്തെ പഠിച്ചാൽ മതിയായിരുന്നു എന്ന്. അതിനപ്പുറം അതിനെ കൃത്യമായി ഒരു ഫോക്കസ്ഡ് ആയ ഒരു രീതിയിൽ നമ്മുടെ ആരാധനകൾ, നമ്മളുടെ പഠനങ്ങൾ എല്ലാം നിർവഹിക്കാൻ സാധിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണ്? അയ്യൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ് എന്ന് ചോദിച്ചപ്പോ ഒരുപാട് നമസ്കരിക്കണമെന്നോ ഒരുപാട് ഖുർആൻ പാരായണം ചെയ്യണമെന്നോ ഒരുപാട് പ്രാർത്ഥിക്കണമെന്നോ ഒന്നുമല്ല റസൂൽ മറുപടി പറഞ്ഞത്. വളരെ ചെറിയ ഒരു വാക്കാണ് പറഞ്ഞത്, ഏറ്റവും കുറഞ്ഞ പ്രവർത്തനം, ഏറ്റവും കുറഞ്ഞ ഒരു ആക്ഷൻ, അത് ഏറ്റവും ചെറുത് നിങ്ങൾ ചെയ്താൽ മതി, ഒരു സ്റ്റെപ്പ് ഫോർവേഡ് എടുത്താൽ മതി. പക്ഷേ അത് കൺസിസ്റ്റന്റ് ആയി തുടർച്ചയായി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് അല്ലാഹുവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ നിരന്തരമായി ഇസ്ലാമിനു വേണ്ടി ഇസ്ലാമിക മാർഗത്തിൽ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മളുടെ പ്രവർത്തനങ്ങളെ മാറ്റിത്തരുമാറാകട്ടെ. അള്ളാഹു അതിന് എല്ലാ അർത്ഥത്തിലുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നിങ്ങളെ ഒരു ഇഫ്താറിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി SDOവിന്റെ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സംഘാടകർ വന്നിട്ടുണ്ട്. ഒരു പ്രത്യേകമായ ഇഫ്താർ മീറ്റിംഗ് ഇൻഷാ അല്ലാഹ് 28-ാം തീയതി ശനിയാഴ്ച ഇൻഷാ അല്ലാഹ് നടക്കും. അതിനെ നിങ്ങൾ പ്രത്യേകം ക്ഷണിക്കാൻ വേണ്ടി അതിന്റെ സംഘാടകർ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ പിന്നെ കേൾക്കും. വരുന്ന 28-ാം തീയതിയാണ് മാർച്ച് 28 ശനിയാഴ്ച യൂത്ത് മീറ്റ് ആണത്. യൂത്ത് മീറ്റ് എന്നാൽ ഇവിടുത്തെ ബാംഗ്ലൂരിലെ യൂത്തിനെ പ്രത്യേകമായി അഡ്രസ് ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് യൂത്ത് മീറ്റ്. നമുക്കറിയാം, ഇപ്പോഴത്തെ ബാംഗ്ലൂരിലെ ആൾക്കാരന്നെ നമ്മൾ തന്നെ ഓരോ ആൾക്കാർ മുസ്ലിംസ് തന്നെ എന്താണ് ചെയ്യുക, ഫേസ് ചെയ്യുന്ന കുറെ പ്രതിസന്ധികൾ, ഐഡന്റിറ്റി ക്രൈസിസ്, നമുക്ക് മുസ്ലിമായി നിൽക്കാൻ നമുക്കൊരു പേടി, നമുക്ക് എന്തൊക്കെയോ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം, ഇതൊക്കെ നമ്മളുടെ മനസ്സിലൂടെ നമ്മളുടെ ഫ്രണ്ട് സർക്കിളിലൂടെ ഒക്കെ നമ്മൾക്ക് നടക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ